നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു 4th യൂണിറ്റിൽ നമ്മൾ 4th ബ്ലോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിറ്റിസൺ സെൻട്രിക് സർവീസ് ഡെലിവറിയെ കുറിച്ചാണ്. അതായത് ഇ ഗവേണൻസ് പോലെയുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള പല നൂതന മാർഗങ്ങളുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ഈ ഒരു പീപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഡെലിവറി എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഏരിയാസ് ഓഫ് ICT ഇന്റർവെൻഷൻ എന്നാണ് ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ICT ഇടപെടൽ വിവിധ മേഖലകളിലെ അല്ലെങ്കിൽ ICT നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മേഖലകൾ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ICT അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ടെക്നോളജിയാണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ICT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വിവര സാങ്കേതിക വിദ്യ അതുപോലെ ആശയ കൈമാറ്റത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ ICT വളരെയേറെ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഇതിന്റെ സാധ്യതകൾ നമ്മൾ എല്ലാ മേഖലകളും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ICT നമുക്ക് ഇൻഫർമേഷൻ അറിയാനോ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സാധ്യതകള് വിവിധ മേഖലകളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് പല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. ഒന്നാമത് അത് വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഇന്ന് സ്മാർട്ട് ഡിജിറ്റൽ ബോർഡുകള്, അതുപോലെ തന്നെ ഓൺലൈൻ പഠന സംവിധാനങ്ങള്, അല്ലെ, അങ്ങനെ പല രീതിയിലും നമ്മൾ ഈ ക്ലാസ് റൂമുകളെ സ്മാർട്ട് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് വലിയ അനന്തമായിട്ടുള്ള സാധ്യതകളാണ്. ഇനി പാഠപുസ്തകങ്ങൾ ഇല്ലാത്ത പഠന സംവിധാനമാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകള്, ഇപ്പൊ ദീക്ഷ, സ്വയം, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, ഇങ്ങനെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ പ്രയോജനകരമായിട്ടുള്ള പലതരത്തിലുള്ള ഓൺലൈൻ പരിശീലനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു മേഖലയില് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇതിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ദൂരവും സമയവും ഒന്നും നമ്മളെ ബാധിക്കാതെ ആയിട്ടുണ്ട്, അല്ലെ. ഇപ്പോ നമ്മൾ ഉദാഹരണത്തിന് പിസ ടവറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഈ പിസ ടവർ എന്ന കോൺസെപ്റ്റ് മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ചരിഞ്ഞ ഗോപുരമുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇന്ന് നമ്മൾ പിസ ടവറിന്റെ ചിത്രം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് അവർക്ക് നേരിട്ട് കണ്ട് അവരൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ദൂരെ ഒന്നും നമ്മളെ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് ഒക്കെ നമുക്ക് സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരം നമുക്കൊരു വിഷയവും അല്ല. ഇനി നമ്മൾ ആരോഗ്യ മേഖലയിലേക്ക് വരാം. ആരോഗ്യ മേഖലയിൽ ടെലിമെഡിസിൻ സംവിധാനങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ എവിടെ ഇരുന്നും ഒരു ഡോക്ടർക്ക് രോഗിയെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, രോഗിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ സിസ്റ്റംസ് ഒക്കെ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലും അതിന്റെ സാധ്യതകള് ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ ആരോഗ്യ മേഖല അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ കണക്കെടുപ്പുകൾ, അതുപോലെ ഡാറ്റ മാനേജ്മെന്റ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള മിഷൻസ് ഒക്കെ, ഡിജിറ്റൽ മിഷൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഈ മേഖലയിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ സാധ്യതകൾ പലപ്പോഴും രോഗനിർണയ രംഗത്തൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് രോഗികൾക്ക് മികച്ച ആരോഗ്യ സേവനം അല്ലെങ്കിൽ സർവീസ് ലഭിക്കുന്നുണ്ട്. ആശുപത്രികളുടെയൊക്കെ കാര്യക്ഷമതയും സേവനക്ഷമതയും ഒക്കെ വർദ്ധിച്ചു. ഇതാണ് ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. ഇനി ഭരണത്തില് നമുക്ക് ഗവേണൻസ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്, അല്ലെ. അത് ഗവേണൻസ് ആണ് നമ്മൾ കഴിഞ്ഞ 3rd യൂണിറ്റില്, 3rd ബ്ലോക്കിലെ 3rd ആൻഡ് 2nd യൂണിറ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഈ ഭരണ മേഖലയിൽ ഗവേണൻസ് വളരെയേറെ നമുക്ക് യൂസ്ഫുൾ ആണ്. ദെൻ കോമൺ സർവീസ് സെന്റേഴ്സ്, അതായത് ഗ്രാമീണ മേഖലകളിലെ ഡിജിറ്റൽ സേവനങ്ങൾ അവൈലബിൾ ആക്കുന്ന പല പദ്ധതികൾ വന്നിട്ടുണ്ട്. ഗവേണൻസും ഉമാങ്ങും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ കൊമേഴ്സ് പദ്ധതികളാണ്, അതായത് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഇങ്ങനെയൊക്കെയുള്ള പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ പേയ്മെന്റ്സ്, നമ്മൾ UPI, അതുപോലെ നെഫ്റ്റ്, RTGS, ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ പല വാളറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. അപ്പൊ ഇത് ഈ മേഖലയിലുള്ള വലിയ ഒരു മുന്നേറ്റമാണ്. അതുപോലെ തന്നെ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഈ മേഖലയിൽ വലിയ
ഒരു കുതിച്ചുചാട്ടമാണ്. അതായത് നമുക്ക് വിപണി പഠനം നടത്താനും അതുപോലെ ഈ കൺസ്യൂമർ ഉപഭോക്തൃ പ്രവണതകൾ, കൺസ്യൂമർ ടെൻഡൻസീസ് ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ഈ പറയുന്ന ICT നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കാർഷിക മേഖലയിൽ ഈ ഒരു കൃഷി എന്ന ഒരു പോർട്ടലൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ കർഷകർക്ക് കൃത്യമായിട്ട് അറിയിപ്പുകൾ നൽകാനൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പരമായിട്ടുള്ള വിവര സംവിധാനം, നമ്മൾ ഈ GPS, GIS മാപ്പിംഗ്, റിമോട്ട് സെൻസിങ്, ഇതൊക്കെ ഈ മേഖലയിൽ നമ്മൾ ഈ ICTയുടെ പ്രയോജനപ്പെടുത്തൽ തന്നെയാണ്. ഇനി അഗ്രി പോർട്ടൽസ് അതുപോലെ തന്നെ മൊബൈൽ ആപ്സ് ഒക്കെ നമുക്ക് ധാരാളമായിട്ടുണ്ട്. കിസാൻ സുവിധ എന്നൊരു ആപ്പൊക്കെ ഈ കർഷകർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്, അതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻസും ബാങ്കിങ് മേഖലകളിലൊക്കെ നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, നെറ്റ് കോർ ബാങ്കിങ് ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫറൻസ്, UPI ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഭീം, അതുപോലെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഇതിന്റെ ഒന്നും സേവനം പ്രയോജനപ്പെടുത്താത്ത ഒരു പൗരന്മാരും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അത്രമാത്രം ജനകീയമായിട്ടുള്ള പദ്ധതികളാണ് ഇവയെല്ലാം. ഇനി ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ മേഖലയിലൊക്കെ ഈസി ആയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ കുറവാണ് അല്ലെ. ആശ്രയത്വം കുറയുന്നുണ്ട്, വളരെ ഇൻഡിപെൻഡന്റ് ആവുന്നു. പൗരന്മാരൊക്കെ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു പല തലങ്ങളിലും ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ കള്ളപ്പണം എന്ന പ്രശ്നം ഒരുപാട് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഴിമതി കുറയ്ക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ മേഖലയിൽ ഇത്തരം ICTയുടെ പ്രയോജനപ്പെടുത്തൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.